തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നായ മലയിൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ചരിത്രപരമായും പുരാണപരമായും ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ്. മലയിൻകീഴ് ക്ഷേത്രം തിരുവാര്യാപുരം എന്നും അറിയപ്പെടുന്നു. ഈ പേരിനു പിന്നിൽ മനോഹരമായൊരു കഥയുണ്ട്. ഈ വിഗ്രഹം കാസർഗോഡ് ഭാഗത്തുള്ള തുളുമണ്ണിലായിരുന്നു പൂജിച്ചിരുന്നത്. എന്നാൽ അവിടെയുള്ള ഭക്തർക്ക് കൃഷ്ണന്റെ ചൈതന്യം വേണ്ടവിധം സംരക്ഷിക്കാൻ കഴിയാതെ വരുമെന്ന് കണ്ടപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് മാറാൻ തീരുമാനിച്ചു. ഐതിഹ്യമനുസരിച്ച് വിഗ്രഹം അവിടെ നിന്ന് പറന്നുവന്ന് തിരുവനന്തപുരത്തെ മലയിൻകീഴിൽ സ്വയം പ്രതിഷ്ഠിതമായി എന്നാണ് പറയപ്പെടുന്നത്. ആര്യന്മാരുടെ നാട്ടിൽ നിന്ന് വന്ന ഭഗവാനായതിനാലാണ് ഈ സ്ഥലം തിരുവാര്യാപുരം എന്ന് വിളിക്കപ്പെട്ടത്. ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനും ആരാധനാരീതിക്കും ചില പ്രത്യേകതകളുണ്ട്. വെണ്ണക്കണ്ണന്റെ ഭാവത്തിലാണ് ഇവിടെ ആരാധന നടക്കുന്നത്. അതിനാൽ കുഞ്ഞുങ്ങളില്ലാത്തവർ സങ്കടം മാറാൻ ഇവിടെ വന്നു പ്രാർത്ഥിക്കുന്നത് പതിവാണ്. മലയിൻകീഴ് കൃഷ്ണനും തിരുവല്ല ശ്രീവല്ലഭനും തമ്മിൽ സഹോദരതുല്യമായ ബന്ധമുണ്ടെന്നാണ് വിശ്വാസം. പണ്ട് മലയിൻകീഴിലെ ശാന്തിക്കാർ തിരുവല്ലക്കാരായിരുന്നു എന്ന ചരിത്രപരമായ വസ്തുത ഇതിന് ബലം നൽകുന്നു. ക്ഷേത്രത്തിലെ ദാരുശില്പങ്ങൾ കേരളീയ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണങ്ങളാണ്. ഇവിടെ ഭക്തർ പാൽപ്പായസം കഴിപ്പിക്കാറുണ്ട്. ഇത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ്. കുട്ടികൾ ഉണ്ടാകാനും കുട്ടികളുടെ ആരോഗ്യത്തിനും വേണ്ടിയുള്ള പ്രത്യേക വഴിപാടും ഇവിടെയുണ്ട്. പിന്നെ പലവിധ നേർച്ചകൾക്കായി ഭക്തർ തുലാഭാരം നടത്താറുണ്ട്. മലയിൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ ഭക്തിനിർഭരവും വർണ്ണാഭവുമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മീനമാസത്തിലെ ആറാട്ടുത്സവമാണ്. 8 ദിവസമാണ് ഈ മഹോത്സവം നീണ്ടുനിൽക്കുന്നത്. ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1-ാം ദിവസം രാത്രിയിലാണ് കൊടിയേറ്റം നടക്കുന്നത്. 5-ാം ഉത്സവ ദിവസം വൈകിട്ട് മലയം ശിവക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണങ്ങൾ വഹിച്ച് ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിച്ചേരുന്നു. തുടർന്ന് ഭഗവാന് തിരുവാഭരണങ്ങൾ ചാർത്തി പ്രത്യേക ദീപാരാധന നടത്തും. 7-ാം ദിവസം രാത്രിയിലാണ് പള്ളിവേട്ട. മലയിൻകീഴ് വേട്ടക്കളത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. 8-ാം ദിവസം ഭക്തിനിർഭരമായ ആറാട്ട് ഘോഷയാത്ര നടക്കുന്നു. കളിയിക്കാവിനടുത്തുള്ള കുഴയ്ക്കാട് ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള ആറാട്ട് കടവിലാണ് ആറാട്ട് നടക്കുന്നത്. 5 കിലോമീറ്റർ ദൂരെയുള്ള ആറാട്ട് കടവിലേക്കുള്ള എഴുന്നള്ളത്ത് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ എത്താറുണ്ട്. അഷ്ടമി രോഹിണിയിൽ ഭഗവാന്റെ ജന്മദിനം വളരെ വിപുലമായി ആഘോഷിക്കുന്നു. അന്ന് പ്രത്യേക പൂജകളും സദ്യയുമുണ്ടാകും. വിഷുക്കണി ദർശനത്തിനായി വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. ഓരോ മാസത്തെയും തിരുവോണം നക്ഷത്രത്തിൽ പ്രത്യേക വഴിപാടുകളുണ്ടാകും. മലയിൻകീഴ് ഉത്സവത്തിനു പണ്ട് തിരുവല്ലയിൽ നിന്ന് ഭക്തർ എത്താറുണ്ടായിരുന്നു. ആറാട്ട് കഴിഞ്ഞു മടങ്ങുന്ന ഭഗവാനെ സ്വീകരിക്കാൻ വഴിയരികിൽ ഭക്തർ നിറവറയൊരുക്കി കാത്തുനിൽക്കുന്ന കാഴ്ച വളരെ പ്രസിദ്ധമാണ്. തിരുവനന്തപുരം ഭാഗത്തെ ഏറ്റവും സുന്ദരമായ ക്ഷേത്ര ആചാരങ്ങളിൽ ഒന്നാണിത്. പ്രത്യേകിച്ച് മീനമാസത്തിലെ ആറാട്ടുത്സവത്തിന് ആറാട്ട് കടവിലേക്കുള്ള ആ എഴുന്നള്ളത്ത് കാണാൻ നല്ല ഭംഗിയാണ്. ആ സമയത്ത് ആ പ്രദേശമാകെ ഒരു പ്രത്യേക ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലായിരിക്കും. മലയിൻകീഴ് ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ദാരുശില്പങ്ങളെക്കുറിച്ചും പറയാതിരിക്കാൻ വയ്യ. ശ്രീകോവിലിനു ചുറ്റുമുള്ള ആ തടിയിലുള്ള കൊത്തുപണികൾ കേരളീയ വാസ്തുവിദ്യയുടെ വലിയൊരു പ്രത്യേകതയാണ്. മലയിൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വഴിപാടുകൾ ഭക്തർക്ക് വലിയ വിശ്വാസമുള്ളവയാണ്. ഭഗവാൻ ഇവിടെ ബാലകൃഷ്ണ സങ്കല്പത്തിൽ കുടികൊള്ളുന്നതിനാൽ കുട്ടികളുമായി ബന്ധപ്പെട്ട വഴിപാടുകൾക്കാണ് ഇവിടെ പ്രാധാന്യം. മലയിൻകീഴ് ഉത്സവത്തിന് പണ്ട് തിരുവല്ലയിൽ നിന്ന് ഭക്തർ എത്താറുണ്ടായിരുന്നു. ആറാട്ട് കഴിഞ്ഞു മടങ്ങുന്ന ഭഗവാനെ സ്വീകരിക്കാൻ വഴിയരികിൽ ഭക്തർ നിറപറയൊരുക്കി കാത്തുനിൽക്കുന്ന കാഴ്ച വളരെ പ്രസിദ്ധമാണ്.